മഴ തോരും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനടുത്ത് മനു പറയാണ്, ഞാൻ നിന്നെ ആദ്യം നാൾ മുതൽ കണ്ടപ്പോൾ മുതലേ എനിക്ക് തോന്നുക ഒരിഷ്ടം, അതുപോലെ തന്നെ അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് നിൻ്റെ അടുത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും കൊഞ്ചി സന്തോഷത്തോടെ നാണം കൊണ്ട് ഫോൺ വഴി നിൽക്കുക അലീന. അങ്ങനെയാണെങ്കിൽ അലീന പുറത്തു പോകാൻ പോവുക. അങ്ങനെ പോയപ്പോഴത്തേക്കും മനുവിനെ കാണുകയും അവർ രണ്ടുപേരും ഒരുമിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തായാലും എന്തോ ഒരടുപ്പം എനിക്ക് നിന്നിൽ തോന്നിയായിരുന്നു ഫസ്റ്റ് കണ്ടപ്പോൾ മുതലേ എന്നൊക്കെ അലീനടുത്തൊക്കെ പറയുന്നുണ്ട്. കൂടുതലൊന്നും പൊക്കിയൊന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട്. അലീന വീണ്ടും പറയുന്നുണ്ട്, മരിച്ചിട്ടുണ്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഇത്രയും പാവമാണെന്ന്. പക്ഷേ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു, അതുകൊണ്ടാണ് എന്നും ഈ വീട്ടിലെ എന്നെ പിടിച്ചു നിർത്തുന്ന ഒന്ന് എന്ന് അലീന തിരിച്ചും പറയുന്നുണ്ട്. അതെനിക്കറിയാലോ. അതുപോലെ തന്നെ ബാലചന്ദ്രനാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഇപ്പോഴാണെങ്കിൽ എനിക്ക് അച്ഛാ എന്ന് വിളിക്കാനുള്ള ഒരു അനുവാദം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതെല്ലാം അറിഞ്ഞിട്ടും കൃഷ്ണമോള് എൻ്റെ ഒരു സ്വന്തം അനിയത്തി പോലെ എന്നെ കാണുകയും അതുപോലെ തന്നെ അവളെ ഒരു അനിയത്തി എനിക്ക് കിട്ടുകയും അതുപോലെ തന്നെ അവളെ ചേച്ചിയാവാൻ കഴിഞ്ഞതിനെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ആരും ഇല്ലായിരുന്നിടത്ത് ഇപ്പോൾ ഇവരൊക്കെ എല്ലാവരും ഉണ്ട്. അനിയത്തിക്കുട്ടി എന്ന രീതിയിൽ കൃഷ്ണയും അതുപോലെ തന്നെ അച്ഛനും മനുവേട്ടനും എല്ലാം എന്ന് അലീന പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക മനു. അങ്ങനെ ഹോസ്പിറ്റലിലാണെങ്കിൽ ബാലചന്ദ്രൻ വൈജയന്തിയെ കാണാൻ പോവുക. പോയപ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ പോകണം, എന്നിട്ടാണ് ഒരു അംഗം തുടങ്ങാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. അപ്പം വൈജയന്തി പറയുന്നുണ്ട്, അംഗം തുടങ്ങാൻ വീട്ടിൽ വരണമെന്നില്ല, ഇപ്പോഴും എനിക്ക് അംഗം തന്നെയാണ് എന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് പറയുക, എന്തായാലും നിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കെല്ലാം അറിയാം. എന്തറിയാം എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, നീ വീട്ടിലേക്ക് വാ, അപ്പോഴത്തേക്കും എല്ലാം നിനക്ക് മനസ്സിലാവും. അപ്പോഴത്തേക്കും വൈജയന്തിയുടെ അടുത്ത് വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എത്ര പേരെ പ്രസവിച്ചേ, നിനക്ക് എത്ര മക്കളാണ് സത്യം പറഞ്ഞാൽ ഉള്ളത്, നീ ഒന്ന് പറഞ്ഞേ വൈജയന്തി എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും ഞെട്ടിത്തെറിച്ചിരിക്കുക വൈജയന്തി. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ, വല്ലതും അറിഞ്ഞിട്ടാണോ എന്നൊരു ഭാവത്തോടെ നോക്കുന്നുണ്ട് വൈജയന്തി ബാലചന്ദ്രനെ. അപ്പോഴത്തേക്ക് നോക്കുക ബാലചന്ദ്രൻ, എന്തായാലും നീ എന്നെ സൂക്ഷിച്ചൊന്നും നോക്കണ്ട, എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നും ചോദിക്കുന്നുണ്ട്. എന്തറിയാം, ഇനിയല്ലേ അറിയാൻ കിടക്കുന്നത് അല്ലേ വൈജയന്തി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവിടേക്ക് ശിവനും രാജീവും വരുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്കും ബില്ലടയ്ക്കണം. അത് ബില്ലടയ്ക്കേണ്ട തർക്കത്തിലായപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ ബില്ലടയ്ക്കില്ല. അപ്പോഴത്തേക്കും പറഞ്ഞു, പിന്നെ ആരാ അടയ്ക്കേണ്ടേ, നിങ്ങൾ തന്നെയാ, നിങ്ങളെ സഹോദരിക്കുള്ളത് ബില്ല് നിങ്ങൾ അടയ്ക്കണം എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാവും, നീയല്ലേ ഭർത്താവ്, നീയാ അടയ്ക്കേണ്ടത് എന്ന് രാജീവ് പറയുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത്. അത് ഞാൻ അടയ്ക്കില്ല എന്ന് തീർത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബാലചന്ദ്രൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞിട്ടും കേൾക്കാത്തത് കൊണ്ട് രാജീവും ശിവനും പറയുന്നുണ്ട് വൈജയന്തിയുടെ അടുത്ത്, നീ ആയതിന് കാരണം നീ അടയ്ക്കേണ്ടതെന്നും പറയുന്നുണ്ട്. ഞാനോ, ഞാൻ എങ്ങനെയാ, അത് എങ്ങനെയെന്നറിയില്ല, എന്തായാലും ബില്ലടച്ചേ പറ്റുള്ളൂ, തർക്കത്തിലൊന്നും നിൽക്കേണ്ട കാര്യമില്ല എന്ന് ആലോചിച്ചെടുക്കാൻ തീരുമാനങ്ങൾ എന്നും അവർ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടപ്പോഴത്തേക്ക് ഞെട്ടി നിൽക്കുക വൈജയന്തി. എന്താ അവരും ഇങ്ങനെ പെരുമാറുന്നു, ബാലചന്ദ്രൻ ഇങ്ങനെ ഇപ്പോൾ എന്താ കാര്യമെന്ന് ഒന്നും മനസ്സിലാവില്ലല്ലോ എന്ന് വൈജയന്തി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്തു പോയ ശേഷം തിരിച്ചു വരുന്നുണ്ട് അലീനയും മനുവും കൂടെ. ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും കൃഷ്ണമോള് അതിശയത്തോടെ നോക്കുകയാണ് കൃഷ്ണ. അപ്പോഴത്തേക്കും മനു ആണെങ്കിലും ഇങ്ങനെ നോക്കൂ, എന്താ നിങ്ങൾ ആദ്യമായിട്ട് കാണും പോലെ നീ എന്നെ നോക്കുന്നേ. അപ്പോഴത്തേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, അത് ഇന്നലെ കല്യാണം കഴിഞ്ഞ അവരെ പോലെ ഉണ്ട് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ, എന്താ നീ എന്നെ കളിയാക്കിയാണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൃഷ്ണമോളെ ഓട്ടിക്കാൻ നോക്കുക അലീന. എന്നാൽ ഇത് കേട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കൃഷ്ണമോളും. മനു ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷത്തോടെ ആയിരുന്നു. എന്താ രണ്ടുപേരും എവിടെ കറങ്ങാൻ പോയതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നല്ല മേച്ച നിങ്ങളെ കാണാൻ വേണ്ടി എന്നും പറയുന്നുണ്ട്. ആണോ, അതൊക്കെ നമുക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് തിരിച്ചും മനു പറയുന്നുണ്ട്.
എന്നാൽ ഇതെല്ലാം കൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ തിരിക്കുക അവരെല്ലാവരും. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ഇവിടെ എല്ലാവരും കൂടെ എന്താ സംസാരം, ഞാൻ കൂടെ കേൾക്കട്ടെ, കേട്ട് ഞാനും കൂടെ ചിരിക്കാം. ഇല്ല, വരണ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞതാ ഞാൻ രണ്ടുപേരും ഒരുമിച്ച് വന്നെന്ന്. ആ, അവർ ഒരുമിച്ച് വരട്ടെ, അവർ മുറപ്പിള്ളേരല്ലേ, മുറയാണല്ലോ അലീന, അപ്പോഴത്തേക്കും അവർക്ക് ഒരുമിച്ച് വരാമല്ലോ എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്കും അലീനയായും മനുവും കൂടെ പരസ്പരം മുഖത്തോട് നോക്കുകയാണ് ഇത് കേട്ടിട്ട്. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കുമാണ് അവർ ശിവനും രാജീവും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും മോക്ക് സുഖമാണല്ലോ അല്ലേ, എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ച് അതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. പിന്നെ എല്ലാം കലങ്ങി തെളിയാൻ വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങളുടെ വേണ്ടി വരും. അതുവരെ മോള് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ല എങ്കിൽ ഒന്നും നടക്കില്ല. അതുമാത്രമല്ല, മോളിപ്പോൾ ആരുടെയെങ്കിലും ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാലോ, അതുപോലെ തന്നെ ഇപ്പം ബാലചന്ദ്രൻ മോളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഒരു തുറുപ്പുചീട്ടായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് വൈജയന്തിയോടുള്ള ഒരു ദേഷ്യവും കൂടിയാണ് അവനുള്ളത്. ഇനിയിപ്പം നമുക്ക് ഇതിൽ ഒന്നും പറയാനില്ല. വൈജയന്തിക്ക് അതുപോലെ തന്നെ ബാലചന്ദ്രനും ഇപ്പോൾ തന്നെ ദേഷ്യത്തിലിരിക്കുക. എന്താര് പറഞ്ഞെന്നാലും കേൾക്കുകയുമില്ല. നമുക്കൊരു കാര്യം ചെയ്യണം. ഇനി ആരും പറഞ്ഞാലും കേൾക്കാത്തവരും ഈ വീട്ടിലുണ്ടെങ്കിൽ അത് ബാലചന്ദ്രനായിരിക്കുമെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം എന്തെന്ന് വെച്ചാൽ അവരാരും ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നിൻ്റെ കാര്യവും ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. എന്തായാലും എല്ലാം കലങ്ങി തെളിയുന്ന ഒരു ദിവസം ഉണ്ടാവും. ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. മോൾ അതുവരെ ഒന്ന് ക്ഷമിച്ചേ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. എന്തായാലും ഒന്നും മിണ്ടാതെ നിൽക്കുക. ഞാനാണെങ്കിൽ തിരിച്ചൊന്നും പറയാനില്ല എന്ന് കൃഷ്ണമോളടുത്ത് പറയുന്നുണ്ട്. കൃഷ്ണയാണെങ്കിൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, എല്ലാം അറിയാനുള്ളതാ കൃഷ്ണ. പക്ഷേ അതുപോലെ തന്നെ ബാലചന്ദ്രനും അവിടെ നിന്ന് ഇതൊന്നും കേൾക്കാത്തതുപോലെ നിൽക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ വീട്ടിൽ നിന്ന് വൈജയന്തി പറയുന്നത് പോലെ ഇവിടെ നിന്ന് അലീനെ പറഞ്ഞു വിടാൻ വേണ്ടി ആരും നോക്കണ്ട. അതിനു വേണ്ടി ഇങ്ങോട്ട് ആരും വരെയും വേണ്ട എന്ന് പറയുന്നുണ്ട്. ആരെയും ഓട്ടിച്ചു വിടാനോ തട്ടിക്കൊണ്ട് പോകാനോ അല്ല ഞങ്ങളിവിടെ വന്നത്. എനിക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ബബിതയ്ക്ക് വീട്ടിൽ നിന്ന് മതിയായിരിക്കുക അവിടെ നിന്ന്. അത് അടുത്ത ഹരിയുടെ ഒരു ശല്യം കൊണ്ട് തന്നെയാണ് വീട്ടിലേക്ക് പോകണമെന്ന് അവിടെ വെച്ച് പറഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ട് കേൾക്കാതെ എന്തായാലും കുറച്ച് ദിവസം കൂടി ഇല്ലേ നിൽക്കെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അങ്ങനെ തിരിച്ച് വരാൻ വേണ്ടി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ എങ്കിൽ മോളെ ഇഷ്ടം പോലെ എന്ന് അവിടെയുള്ളവർ പറഞ്ഞ് അങ്ങനെ ബബിത തിരിച്ച് ഇവിടെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പോവുക. വന്ന് കയറിയതും എല്ലാവരും അതിശയത്തോട് നോക്കുന്നുണ്ട് ബബിതയെ. ഇനി ഈ വീട്ടിൽ കാല് കുത്തില്ല, ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോളിലൊക്കെ സൃഷ്ടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ വൈജയന്തി മക്കൾ. എന്നാലും തിരിച്ച് അതുപോലെ തന്നെ വരുന്നു. പക്ഷേ കാര്യം ആർക്കും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നതെന്ന്. അവർക്ക് സന്തോഷമായെങ്കിലും ബബിതയ്ക്ക് മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടമേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഹരിയോടുള്ള ആ ഒരു വെറുപ്പ് മാത്രമേ ഇപ്പോൾ അവൾക്കുള്ളൂ. എന്നാൽ ആ വീട്ടിൽ വരികയും അങ്ങനെ അങ്ങോട്ട് അലീന സംസാരിക്കാൻ പോകുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യത്തോടെ സംസാരിക്കുക ബബിത അലീനയെടുത്ത്. അങ്ങനെ അലീന വന്നതല്ലേ എന്ന് പറഞ്ഞ് ചായ കൊണ്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിച്ച് തട്ടി എറിയുക ആ ചായ കൊണ്ട് കൊടുത്തത്. ഇത് ഒച്ച കേട്ട് ഇങ്ങനെ നിൽക്കുക അലീന. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ വന്നിട്ട് പറയുക, നീ എന്താ ഇവിടെ കാണിക്കുന്നത്? ഇതൊക്കെ കാണിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത്? നിൻ്റെ അമ്മയുടെ സ്വഭാവമല്ലേ നീ കാണിക്കുകയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും നിനക്ക് അറിയില്ലല്ലോ എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടതും ബബിതയ്ക്ക് ദേഷ്യം വന്ന് ബബിത പറയുന്നുണ്ട്, എന്തായാലും അച്ഛനാണെങ്കിൽ ഇപ്പോഴും അവളെ തന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്തത്. ഞാൻ വിചാരിച്ചു അതെല്ലാം മാറിയെന്ന്. ഇപ്പോഴും അതുപോലെ തന്നെ സ്വന്തം മക്കളെ പോലും സ്നേഹം കാണിക്കുന്നതാണ് അലീനടുത്ത്. എന്താ അച്ഛൻ്റെ മോളായത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ വായിൽ നിന്ന് ഇതൊക്കെ വരുള്ളൂ, നിൻ്റെ
അമ്മയെപ്പോലല്ലേ നിൻ്റെ സ്വഭാവമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നാൽ ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് അലീന. എന്നിട്ട് കരയും ചെയ്യുന്നുണ്ട്. എന്തായാലും തൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുമെന്ന് വിചാരിച്ചില്ല. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു ചേച്ചി എന്ന രീതിയിൽ കാണേണ്ട ഇങ്ങനെയൊക്കെ കാണിച്ചത്. എന്ത് ചെയ്യാനാ, അവൾക്ക് വിവരമില്ലായ്മ തന്നെയാ കാര്യം. മോളെ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇരിക്കുക കൃഷ്ണ പറയുന്നുണ്ട്, എന്താ നിങ്ങൾക്കൊക്കെ ഇതുവരെ മാറിയില്ലേ? ഇതിനാണോ ഇങ്ങോട്ടൊക്കെ വന്നത്? എന്താ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഈ വീട്ടിൽ നിന്ന് നമ്മളൊക്കെ ഇറങ്ങി പോകുമെന്ന് വിചാരിച്ചോ? അത് ആരും വിചാരിക്കുന്നു വേണ്ട. അതിനാണോ ആദ്യമേ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കുകയും വേണ്ട എന്ന്. ഇതൊക്കെ കേട്ടൊക്കെ അലീന പറയുന്നുണ്ട്, മോൾ ഒന്നും മിണ്ടണ്ട, എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചതാ എന്ന് അലീന പറയുന്നുണ്ട്. എന്നാൽ പാവം പോലെ ഇരുന്നിട്ടാ തലയിൽ കയറുന്നത്. ഇനി ഒന്നും നോക്കണ്ട, ഇനി എന്തെങ്കിലും കാണിച്ചാൽ തിരിച്ച് ചേച്ചി കാണിച്ചോ എന്നും പറയുന്നുണ്ട്. എന്നാൽ അമ്മ വരട്ടെ, അമ്മ വന്നിട്ട് ഞാൻ നിൻ്റെ ഈ എല്ലാ ചാട്ടവും ഞാൻ നിർത്തിത്തരാം എന്ന് ബബിത പറയുന്നുണ്ട്. എനിക്ക് കാണുന്നു വേണ്ട നിങ്ങളെ ചാട്ടമൊന്നും, അതൊക്കെ അങ്ങ് എടുത്താൽ മതി അവിടുത്തെ വീട്ടിൽ. ഇവിടെ അതൊന്നും നടക്കില്ല. അതുകൊണ്ടാണെങ്കിൽ അങ്ങോട്ട് തിരിച്ചു പോണതാണ് നിങ്ങൾക്ക് നല്ലത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഞാനല്ലേ തീരുമാനിക്കുന്നത് പോണതും പോകാത്തതും, നീ എന്നെ ഓടിച്ചിടാൻ നോക്കണ്ട എന്ന് ബബിത പറയുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും ശിവനും വരുന്നുണ്ട്. വന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുകയാണ്, അലീന വീണ്ടും ഉറച്ചു നിൽക്കുക, ഇങ്ങോട്ട് വരുന്നില്ല അലീന ഉണ്ടെങ്കിൽ. എന്തായാലും എന്ത് ചെയ്യാനാ, അലീന ഇവിടെ തന്നെ നിൽക്കും. നിങ്ങളെങ്കിലും നിങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുപോ എന്ന് പറയുന്നു. അവിടെ കൊണ്ടുപോയാൽ എങ്ങനെയാ? അതൊരിക്കലും ശരിയാവില്ല. എന്ത് ശരിയാവില്ല? അവളെ വീടല്ലേ, നിങ്ങളെയും കൂടെ വീട്. അപ്പോഴത്തേക്കും അവിടെ എല്ലാം ശരിയാവും. വേണ്ട, ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കണ്ട എന്നും പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്തായാലും അവൾക്ക് എവിടെയാണോ നിൽക്കാൻ ഇഷ്ടം അവിടെ വന്ന് നിൽക്കട്ടെ. എനിക്കിത് ഒരു അഭിപ്രായമില്ല. എനിക്കാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ കൂടിപ്പോവും എന്ന് പറയുന്നുണ്ട്.